ഹലോ ഹായ് നമസ്കാരം, ഞാൻ ദേവിക. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ദേവു മസ്ത്. സോ ഇന്നത്തെ വീഡിയോ വളരെ നാളെ മുൻപേ എടുത്തൊരു വ്ളോഗാണ്. ഇപ്പോഴാണ് ഇതൊന്ന് അപ്ലോഡ് ചെയ്യാൻ പറ്റിയത്. നമ്മൾ പഴയ വീട്ടിൽ നിന്ന് പുതിയ വീട്ടിലേക്ക് മാറുന്നതിന് മുൻപായിട്ടുള്ള ഒരു കുട്ടി ഷോപ്പിങ്ങിനായിട്ട് ഓട്ടോവ വരെ പോകണമായിരുന്നു. ആദ്യമേ നമ്മൾ പോയത് 168 സൂഷി ജാപ്പനീസ് ബുഫേ എന്നു പേരുള്ള ഒരു ജാപ്പനീസ് റെസ്റ്റോറൻറ്റിലേക്കാണ്. ഐ ലവ് സൂഷി. സോ അവിടുന്ന് ലഞ്ച് കഴിച്ചിട്ട് തുടങ്ങാമെന്ന് വെച്ചു. ദിസ് ഈസ് എൻ ഓൾ യു ക്യാൻ ഈറ്റ് ഡൈനിങ് സ്പോട്ട് ഇൻ ഓട്ടവ വിച്ച് സെർവ്സ് ചൈനീസ്, കൊറിയൻ ആൻഡ് തായ് ഡിഷസ് അലോങ് വിത്ത് സുഷി. ഇവിടെ പെർ പേഴ്സൺ അറൌണ്ട് $30 ആണ് ലഞ്ചിന്. ഡിന്നർ ആണെങ്കിൽ ഓൾമോസ്റ്റ് അറൌണ്ട് $40 വരും. എൻ്റെ ഒരു ഫേവറേറ്റ് സാലഡാണ് ദേ ഈ കാണുന്ന സീവീഡ് സാലഡ്. പിന്നെ ഡംപ്ലിങ്സും ഒരുപാട് വെറൈറ്റി ഫുഡ് ഐറ്റംസ് ഇവിടെ അവൈലബിൾ ആണ്. ഇവിടുത്തെ എല്ലാം ഫാസിനേറ്റിംഗ് ആണ്. ബട്ട് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു പാർട്ടാണ് ദേ ഈ കാണുന്ന റോബോട്ട്. അവർ നമുക്കൊരു ഐപാഡ് തരും. അതിൽ നമുക്ക് അൺലിമിറ്റഡ് ആയിട്ടുള്ള ഫുഡ് ഓർഡർ ചെയ്തുകൊണ്ടേ ഇരിക്കാം. ഫുഡ് ഐറ്റംസ് റെഡി ആകുമ്പോഴത്തേക്കും അതിനനുസരിച്ച് ഈ ആൾ കൊണ്ടുവന്ന് തരും എല്ലാം. ലഞ്ചൊക്കെ കഴിച്ചിട്ട് നമ്മൾ നേരെ ഐക്കിയയിലേക്കാണ് കേട്ടോ പോയത്. കാര്യമായിട്ടൊന്നും വാങ്ങിക്കാനുണ്ടായിരുന്നില്ല. എന്നാലും അവിടെ കാണുന്ന എന്തെങ്കിലും ഡെക്കറേറ്റീവ് ഐറ്റംസ് ഇഷ്ടപ്പെടുവാണെങ്കിൽ അത് ഞാൻ വാങ്ങിക്കാമെന്ന് ഓർത്തു. പിന്നെ സത്യം പറയാലോ, ഐക്കിയയിൽ ഇപ്പോൾ ഒന്നും വാങ്ങിക്കാനല്ലെങ്കിൽ കൂടി വെറുതെ അവിടെ പോയി കുറച്ച് നേരം കറങ്ങി നടക്കാൻ ഇഷ്ടമല്ലാത്ത ആരാണല്ലോ ഉള്ളത്. അവിടുത്തെ ഫേർണിച്ചേഴ്സും എല്ലാം കണ്ട് വെറുതെ ഇങ്ങനെ കറങ്ങി നടക്കുക, ഇതാണ് നമ്മുടെ മെയിൻ പരിപാടി. നമ്മൾ ഇടയ്ക്ക് ഐക്കിയയിൽ അങ്ങനെ പോവാറുണ്ട്, ഞാനും എൻ്റെ ഫ്രണ്ട്സും കൂടി വെറുതെ ഇങ്ങനെ കറങ്ങി നടക്കാനും. പിന്നെ അവരുടെ ഫുഡ് കോർട്ട് വളരെ അടിപൊളിയാണ്. അവിടുന്ന് ഫുഡ് കഴിക്കാൻ വേണ്ടി മാത്രം പോയ ചരിത്രമുണ്ട് കേട്ടോ. ബട്ട് ഇപ്രാവശ്യം എന്തെങ്കിലും വാങ്ങണം എന്നോർത്താണ് പോയത്. അങ്ങനെ കുറച്ച് ഐറ്റംസ് ഒക്കെ കണ്ടത് ഇഷ്ടപ്പെട്ടു, വാങ്ങിച്ചു. ഞങ്ങൾ പിന്നെ തിരിച്ചു പോന്നു. ഹലോ, ഇന്ന് മൺഡേ ആഫ്റ്റർനൂൺ ആയി. നമുക്കിനി വീട് മാറാനായിട്ട് ഓൾമോസ്റ്റ് ഒരു വീക്ക് പോലും ഇല്ല. നമ്മൾ നെക്സ്റ്റ് സൺഡേ ആണ് മൂവ് ചെയ്യുന്നത്. സോ 6 days കഴിഞ്ഞുള്ളൂ. ഒന്നും തുടങ്ങിയിട്ടില്ല, ഒരു പാക്കിങ്ങും തുടങ്ങിയിട്ടില്ല. ഐക്കിയയിൽ പോയി പിന്നെ വാലി വില്ലേജിലൊക്കെ പോയി നമ്മൾ കുറച്ച് സാധനമൊക്കെ വാങ്ങിച്ച് വെച്ചിട്ടുണ്ടെന്നല്ലാണ്ട് നമ്മൾ ഒരു പാക്കിങ്ങും സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. എനിവേ ഐ വിൽ കീപ് അപ്ഡേറ്റിംഗ്. Are you tired? So tired guys, so tired. I'm so tired. I'm going to sleep now. We can start arranging things from maybe tomorrow. Hi everyone. ഇന്ന് മൂവിങ് ചെയ്തിട്ട് 4 ദിവസമായി മൊത്തത്തിൽ. അത് 4ാമത്തെ ദിവസമാണ്. September 4th ആണ്. ഞാനിതുവരെ ഒന്നും കണ്ടിന്യൂസ്ലി അടുക്കിപ്പറക്കാനൊന്നും തുടങ്ങിയിട്ടില്ല. അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ കുറച്ച് അടുക്കിപ്പറക്കിയിട്ടൊക്കെ ഉണ്ട്. പിന്നെ ഞങ്ങൾക്ക് കുറേ സാധനങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. ഇങ്ങനെ ഫ്രണ്ട്സ് വഴി കുറേ ഫേർണിച്ചേഴ്സും അതുപോലെ നമുക്കിവിടെ കർബ് സൈഡിലൊക്കെ ആൾക്കാർക്ക് വേണ്ടാത്ത ഫേർണിച്ചേഴ്സൊക്കെ നമുക്ക് എടുത്തുകൊണ്ട് വരാം. അപ്പോൾ ചിലപ്പോൾ നമ്മുടെ നാട്ടിൽ വെച്ച് നോക്കുമ്പം നല്ല സാധനമൊക്കെയാണ് ഇവരിങ്ങനെ വേണ്ടാണ്ട് കർബ് സൈഡിലൊക്കെ കൊണ്ട് വയ്ക്കുന്നത്. അപ്പം അതിൽ നമ്മൾ കുറേ സാധനങ്ങൾ അങ്ങനെ എടുത്തിട്ടുണ്ട്. പിന്നെ എൻ്റെ ഫ്രണ്ട്സ് കുറേ പേര് കുറേ ഫേർണിച്ചേഴ്സൊക്കെ തന്നിട്ടുണ്ട്. അതായത് വർക്കിലുള്ള ഡ്രസ്സറും അങ്ങനെ കുറേ സാധനങ്ങളൊക്കെ ഉണ്ട്. നിങ്ങൾ വീഡിയോയിൽ കണ്ട് കാണും നമ്മളത് പോയി പിക്കപ്പ് ചെയ്യുന്നതൊക്കെ. അപ്പോൾ അതൊക്കെ ഒന്ന് സെറ്റായി വരുന്നേ ഉള്ളൂ. നമുക്കൊരു വാക്ക് ഇൻ ക്ലോസറ്റ് ഉണ്ട്. അപ്പോൾ ആ ക്ലോസറ്റിൽ എല്ലാ സാധനവും വെച്ചിട്ട് പയ്യെ അതിൽ നിന്ന് എടുത്തെടുത്ത് അടുക്കി കൊടുക്കാം എന്നാണ് പ്ലാൻ. ഹലോ, അപ്പം അത്ര വീഡിയോ എടുക്കാൻ പറ്റിയുള്ളായിരുന്നു. അതിനുശേഷം കൂടുതലായിട്ട് വീഡിയോസൊന്നും എടുത്തില്ല. പിന്നെ ഈ റൂം അടുക്കി പറക്കിയതിന് ശേഷമായിട്ടും ഞാനൊരു വീഡിയോസ് എനിക്ക് എടുക്കാൻ ഇതുവരെ ഒരു ചാൻസ് കിട്ടിയിട്ടില്ല. സോ ഐ വിൽ ഡെഫിനറ്റ്ലി ടേക്കിംഗ് അനദർ വീഡിയോ, ഒരു ഹോം ടൂർ അല്ലെങ്കിൽ നോട്ട് ഹോം ടൂർ, ബിക്കോസ് നമ്മുടെ ഈ വീട് നമ്മൾ ഷെയർഡാണ് കുറച്ച് ഫ്രണ്ട്സൊക്കെ ആയിട്ട്. അപ്പോൾ അതുകൊണ്ട് ഹോം ടൂർ അല്ല, ബട്ട് നമുക്ക് നമ്മുടെ ബെഡ്റൂമും വാക്കിംഗ് ക്ലോസറ്റ്, വാഷ്റൂം, പിന്നെ നമ്മുടെ കോമൺ സ്പേസ് വരുന്നത് നമ്മുടെ ഡ്രോയിങ് റൂം ആൻഡ് കിച്ചൺ അങ്ങനെയൊക്കെയാണ്. സോ അതിൻ്റെ ഒരു വിശദമായ ഒരു ഹോം ടൂറായിട്ട് ഞാൻ വരുന്നതായിരിക്കും. Rather you can call it more of a room tour. Yeah. Anyways, so thank you so much for watching the video. Bye bye.